രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയ കോടതി ഉത്തരവിൽ പോലീസിന് വീഴ്ചയെന്ന് പരാമർശം. രാഹുലിന്റെ അറസ്റ്റ് നടപടിക്രമം പാലിക്കാതെയെന്ന് പത്തനംതിട്ട സെഷൻസ് കോടതി. പീഡനശേഷം പരാതിക്കാരി മൊഴി നൽകാൻ വൈകി. വിശദാംശങ്ങളുമായി വിനു മോഹനൻ ചേരുകയാണ്. വിനു, പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വാദങ്ങളായിരുന്നു അതെല്ലാം കോടതി അംഗീകരിച്ചു എന്നാണോ ഇപ്പോൾ ഉത്തരവ് പുറത്തു വരുമ്പോൾ മനസ്സിലാവുന്നത്? തീർച്ചയായും ഈ അന്വേഷണ നടപടിക്രമങ്ങളിലെ വീഴ്ചയെക്കുറിച്ചുള്ള പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ പരാതി, ഈ സംഭവം നടന്ന് 1 വർഷവും 9 മാസത്തിനു ശേഷമാണ് പരാതി നൽകുന്നത്. അതും കോടതി പ്രധാനമായി തന്നെ പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം നടന്ന ശേഷവും ഈ പരാതിക്കാരിയും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ പല വിധത്തിലുള്ള ഇടപെടലുകളും നടന്നിട്ടുണ്ട് എന്നുള്ളതും സാമ്പത്തിക സഹായം അടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദവും അംഗീകരിച്ചു. ഇതൊരു ബന്ധം മാത്രമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇവരെ ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകളൊന്നും കോടതി തൽക്കാലം പരിശോധിച്ചിട്ടില്ല. ഒരു കാര്യം ഉറപ്പ്, ഈ അന്വേഷണ സംഘവും കേരളത്തിലെ പോലീസും ഈ സർക്കാരും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പും രാഹുൽ മാങ്കൂട്ടത്തിനോട് പക തീർക്കുകയായിരുന്നു, വൈരാഗ്യം തീർക്കുകയായിരുന്നു, ദേഷ്യം തീർക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ അറസ്റ്റ് ഉണ്ടായ തൊട്ടടുത്ത നിമിഷങ്ങളിൽ അന്നേ മുതലുള്ള എല്ലാ ദിവസങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ച എല്ലാ വീഡിയോകളിലും പറയുന്ന കാര്യമാണ്, ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തത് എന്ന്. ഇന്ന് കോടതിയും അത് തന്നെയല്ല പറയുന്നത്. കോടതി പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ആരാണ് നിങ്ങളോട് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞതെന്നാണ് ചോദിക്കുന്നത്. ഈ പരാതി തന്നെ നിയമസാധുത ഇല്ലാതെ നിൽക്കുമ്പോൾ, ഈ പരാതി തന്നെ നിലനിൽക്കാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ ആരാണ് നിങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ ചോദിച്ചത്, പറഞ്ഞത്? ആരുടെ നിർദ്ദേശത്തിന് പുറത്താണ്? ഈ രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്ക് അനുസരിച്ചല്ലേ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് കോടതി മുന്നോട്ട് വെക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കത് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പരാതിയിൽ പറയുന്ന പരാതിക്കാരി പീഡിപ്പിച്ചു എന്ന് പറയുന്നു. ആ പരാതിക്കാരി പറയുന്ന പീഡനം നിലനിൽക്കില്ല എന്ന് കോടതി പറയുന്നുണ്ട്. ഈവൻ ദോ അങ്ങനെ നിലനിൽക്കില്ല എന്നാണെങ്കിൽ പോലും പരാതിക്കാരി പറയുന്നതനുസരിച്ച് ആ പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2024 ഏപ്രിൽ 8-ാം തീയതിയാണ്, അല്ലേ? ഈ 2024 ഏപ്രിൽ 8-ാം തീയതി ഒരു ക്രിമിനൽ കേസ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചാർജ് ചെയ്യപ്പെടേണ്ടത് BNS പ്രകാരമാണ്, ഭാരതീയ ന്യായ സംഹിത, അല്ലാതെ IPC പ്രകാരമല്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുണ്ടായ IPC ഒക്കെ ഇപ്പോൾ കാലഹരണപ്പെട്ടു. ഈ BNS നിലവിൽ വന്നത് 2023-ലാണ്. ഈ 2023-ൽ BNS നിലവിൽ വന്നതിന് ശേഷം ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ അത് ചാർജ് ചെയ്യപ്പെടേണ്ടത് BNS പ്രകാരമാണ്. ഈ BNS പ്രകാരം ചാർജ് ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം? ഇപ്പോൾ ഇലക്ട്രോണിക്കലി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പരാതി വന്നിരിക്കുന്നത് ഇമെയിലിലൂടെയാണല്ലോ. അപ്പോൾ ഇലക്ട്രോണിക്കലി ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത നടപടി എന്ന് പറയുന്നത് നേരെ പോയി കുറ്റാരോപിതനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. മറിച്ച് ഈ BNS പ്രകാരം ഇലക്ട്രോണിക്കലി ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത 3 ദിവസത്തിനുള്ളിൽ ഈ പരാതിക്കാരിയുടെ മൊഴി നേരിട്ട് രേഖപ്പെടുത്തണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മൊഴി എടുക്കുന്നത് വീഡിയോഗ്രാഫി ചെയ്യണം, എന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മൊഴി എടുത്തതിന് ശേഷം, വീഡിയോഗ്രാഫി എടുത്തതിന് ശേഷം അവരിൽ നിന്ന് അത് ഒപ്പിട്ട് വാങ്ങണം, പരാതിക്കാരിയിൽ നിന്ന് നേരിട്ട്. ഇനി നാലാമത്തെ അതിപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, ഇത് കഴിഞ്ഞിട്ട് പോലീസ് ഈ പറയുന്ന പരാതിക്കാരിയുടെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തണം. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഈ കാര്യങ്ങൾ ഇന്നീ നിമിഷം വരെ ഇതൊന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അവിടെയും നടപടിക്രമങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ അറിയിക്കണം എന്ത് കാര്യത്തിലാണ്, എന്താണ് കാര്യമെന്നൊക്കെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പേ അറിയിക്കണമെന്നുള്ളതാണ്. ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ BNS ചാർജ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ 2024 എന്ന് പറഞ്ഞാൽ BNS നിലവിൽ വന്നതിന് ശേഷമുള്ള ഈ പറയുന്ന പരാതിயின் പ്രകാരമുള്ള കുറ്റകൃത്യം അതില്ല എന്ന് കോടതി ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ അന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അതല്ലല്ലോ, പരാതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈവൻ ദോ അന്ന് പോലും ചാർജ് ചെയ്തിരിക്കുന്നത് IPC പ്രകാരമാണ്. IPC ഒരിക്കലും ഈ കേസിൽ നിലനിൽക്കില്ല. IPC ചാർജ് ചെയ്യാനുണ്ടായ കാരണം എന്താ? IPC പ്രകാരമാണെങ്കിൽ ഈ പറയുന്ന നടപടിക്രമങ്ങളൊന്നുമില്ലാതെ
പ്രതിയെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ അത് മനഃപൂർവ്വം BNS ചാർജ് ചെയ്യാതെ IPC ചാർജ് ചെയ്ത് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കണമെന്ന് മനഃപൂർവ്വം ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പോലീസ് ഈ പരാതിയെ സമീപിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതും. ഈ പരാതി ഉണ്ടാക്കിയതും അതേ പ്ലാനിങ്ങോട് കൂടിയാണ്. ആദ്യം പ്ലാൻ ചെയ്തത് എന്താ? രാഹുലിനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതിനുശേഷമാണ് പരാതിക്കാരിയെ കണ്ടെത്തിയതും ഉണ്ടാക്കിയതും. ഈ പരാതിക്കാരിയെ കണ്ടെത്തി ഉണ്ടാക്കി എന്ന് പറയാനുള്ള കാരണം 2025 ഓഗസ്റ്റിൽ റിനി ആൻഡ് ജോർജ് പരാതിക്കാരിയെ ബന്ധപ്പെട്ട് സാങ്കല്പിക ഇരയാവാൻ തയ്യാറുണ്ടോ, നിയമ നടപടിക്ക് തയ്യാറുണ്ടോ, പരാതി കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഗൂഢാലോചനകളൊക്കെ ഇവിടെ വളരെ കൃത്യമാണ്. ആ ഗൂഢാലോചനകൾക്കപ്പുറം പോലീസും ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരും വളരെ കൃത്യമായ ഇടപെടലുകൾ രാഹുലിനെ മൂഞ്ചിപ്പിക്കണം. 2 ദിവസമാണെങ്കിൽ അങ്ങനെ, 2 ദിവസമാണെങ്കിൽ പോലും രാഹുലിനെ അഴിക്കുള്ളിലിടണമെന്ന് എവിടെ നിന്നോ വന്ന നിർദ്ദേശത്തിനനുസരിച്ചാണ് പോലീസ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥര്, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അവരെ ചോദ്യം ചെയ്യണം. അവരുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷണം നടത്തണം. അവർക്ക് ഇനി ഉണ്ടാകാൻ പോകുന്ന സർവീസിലെ സ്ഥാനക്കയറ്റങ്ങളെ കുറിച്ചും അന്വേഷണം നടത്തണം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എസ്പെഷ്യലി ഈ പറയുന്ന ഈ അന്വേഷണത്തിന്റെ ചുമതലയുള്ള പൂങ്കുഴലി IPS അവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൽ അന്വേഷണം ആരംഭിക്കേണ്ടതുണ്ട്. കാരണം പൂങ്കുഴലി ഇതിൻ്റെ തലപ്പത്ത് ഇരുന്നു കൊണ്ട് എല്ലാം വളരെ കൃത്യമായി പ്ലാനിങ്, മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്ലാനിങ്ങുകൾ ഉണ്ടാക്കിയതും അത് നടപ്പിലാക്കിയതും പൂങ്കുഴലി IPS ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അപ്പോൾ ഈ പറയുന്ന രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, കാറ്റിൽ പറത്തിക്കൊണ്ട്, എല്ലാം തകിടം മറിച്ചുകൊണ്ട്, അധാർമിക വഴിയിലൂടെ അനീതിപരമായി എല്ലാ നീതിയെയും ന്യായത്തെയും പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തത് എന്ന് കോടതി കണ്ടെത്തി പറയുമ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവണമെന്നുള്ളതാണ്. കാരണം ഒരു ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടം. ഒരു ജനപ്രതിനിധി എന്നതിലുപരി ഈ രാജ്യത്തെ പൗരനാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ അത്രയും അയാൾക്കുണ്ട്. ഒരു വ്യാജ പരാതിയിനെ മേൽ അയാളെ അറസ്റ്റ് ചെയ്തിട്ട് അയാളെ വേട്ടക്കാർക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ, അയാളെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ, അയാളെ കൊത്തി കീറിയിട്ടുണ്ടെങ്കിൽ, കഴുകന്മാർ അയാളെ പച്ച ഇറച്ചി കൊത്തി തിന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മറുപടി പറയേണ്ടത് ഈ പോലീസും ഇവർക്ക് നിർദ്ദേശം നൽകിയ മുകളിലിരിക്കുന്ന ഏത് ദൈവതുല്യനാണെങ്കിലും ശരി അവനെയൊക്കെ തൂക്കിപ്പിടിച്ച് ജയിലഴിക്കുള്ളിലേക്ക് ഇടണ്ട, നേരെ മറിച്ച് ജനങ്ങൾക്ക് വിചാരണക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഭാഷ്യം. ഞാനിത് പറയുന്നതിന് കാരണമുണ്ട്. കാരണം രാഷ്ട്രീയ പകപോക്കലിൻ്റെ പേരിൽ, അതിൻ്റെ പേരിൽ ഒരു സാധാരണക്കാരനെ, ജനപ്രതിനിധിയെ, സ്വീകാര്യതയുള്ള ജനങ്ങൾ സ്വീകരിക്കുന്ന, ഇരുകൈയും നീട്ടി ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു മനുഷ്യനെയാണ് വേട്ടയാടിയത് എന്നുള്ളതാണ്. ആ വേട്ടക്കാർക്കൊപ്പം ഈ രാജ്യത്തിൻ്റെ നിയമം നിൽക്കാൻ സാധിക്കില്ല, ഈ രാജ്യത്തിൻ്റെ ജുഡീഷ്യറിക്ക് നിൽക്കാൻ സാധിക്കില്ല, ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകൾ നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി എല്ലാ തെമ്മാടിത്തരങ്ങളും കാക്കിയിട്ട ഗുണ്ടകൾ, പിണറായി വിജയന്റെ ഗുണ്ടകൾ നടത്തിയ തെമ്മാടിത്തരമാണ് ഇതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടുകയായിരുന്നു എന്ന് ഈ കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ നമുക്കെല്ലാവർക്കും നിസ്സംശയം പറയാം. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ വേശ്യ മാധ്യമങ്ങളെ നിങ്ങളെ ജനം തെരുവിൽ കൈകാര്യം ചെയ്യുന്ന ദിവസം അതിവിദൂരമായിരിക്കില്ല എന്നുള്ളതാണ്. സഖാക്കള്, പോലീസുകാര്, പിണറായി വിജയന്റെ ഗുണ്ടകള്, പിന്നെ ഈ വേശ്യ മാധ്യമങ്ങളും, ഈ 4 വർഗത്തെയും കേരളം പൊതുവിൽ തെരുവിൽ വിചാരണ ചെയ്യും, കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. കാരണം ഇതിനി ആവർത്തിക്കപ്പെട്ടുകൂടാ. ഇത്തരം സംഭവ വികാസങ്ങൾ കിടന്നു കൊടുത്തിട്ട് അവസാനം പീഡനമാണ്, ബലാത്സംഗമാണ് എന്ന് പറയുന്ന ആ രീതി, അതിന് കുടപിടിച്ച് ഒരു മനുഷ്യനെ പച്ചയിറച്ചി കൊത്തി തിന്നുന്ന അവസ്ഥ, അങ്ങനെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം, ഈ ചീഞ്ഞളിയുന്ന രാഷ്ട്രീയം നമുക്ക് കേരളത്തിന് വേണ്ട. അത് പ്രബുദ്ധരായ ഒരു ജനതയ്ക്ക് യോജിച്ചതല്ല എന്നുള്ളതാണ്. പ്രബുദ്ധരായ ജനതയ്ക്ക് യോജിച്ചതല്ല. ഈ വരും തലമുറ ഈ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയം കൊണ്ടല്ല മുന്നോട്ട് പോകേണ്ടത്. എതിരാളിയെ
രാഷ്ട്രീയ എതിരാളിയെ, അതും അവരുടെ കൂട്ടത്തിൽ കഴിവും പ്രാപ്തിയും ചുറുക്കും ചുറുപ്പവും ഒക്കെയുള്ള നട്ടലുള്ള രാഷ്ട്രീയ എതിരാളികളെ പെണ്ണുകേസിൽ പെടുത്തി ഈ മാധ്യമ വിചാരണ കിട്ടുകൊടുത്തിട്ട് ഈ കൊത്തി തിന്നുന്ന ചീഞ്ഞു നാറുന്ന രാഷ്ട്രീയം, അതിനെ ഇനി കാക്കിയിട്ടവനാണെങ്കിലും ശരി, ഇനി സ്റ്റുഡിയോ മുറിയിൽ ഇരിക്കുന്നവനാണെങ്കിലും ശരി, എല്ലാത്തിനെയും ജനം കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. ഇത് ആവർത്തിക്കാതിരിക്കാൻ അതേ ഇനി വഴിയുള്ളൂ. ഏതുമായ വേശ്യാ മാധ്യമങ്ങളെയാണെങ്കിലും ശരി, ഏത് കൂട്ടിക്കൊടുപ്പുകാരനെയാണെങ്കിലും ശരി, ജനം കൈകാര്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവണമെന്നുള്ളതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം അത്രമാത്രം വേട്ടയാടപ്പെട്ടിട്ടുണ്ട്, അപമാനിക്കപ്പെട്ടിട്ടുണ്ട്, മാധ്യമ വിചാരണക്ക് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യത്തിലൊന്നും നമുക്ക് ആർക്കും ഒരു തർക്കമില്ല. ഇന്ന് കോടതി വിധി ഇതൊക്കെ വരുമ്പോൾ കോടതി വളരെ കൃത്യമായ നിരീക്ഷണം നടത്തുന്നു. ബലാത്സംഗമല്ല, പീഡനമല്ല, ദ്രോഹമല്ല, മർദ്ദനമല്ല, ക്രൂരതയല്ല, ലൈംഗിക വൈകൃതമല്ല, സാമ്പത്തിക ചൂഷണമല്ല, എല്ലാം ഇങ്ങനെ എണ്ണി കോടതി പറയുമ്പോൾ പരാതി നിലനിൽക്കില്ല എന്ന് കോടതി പറയുമ്പോൾ, ഈ പരാതിക്ക് നിയമസാധുതയില്ല എന്ന് കോടതി പറയുമ്പോൾ, പിന്നെ എന്തിന് 18 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കിടന്നു? അയാളുടെ വിലപ്പെട്ട നിമിഷങ്ങൾ, സമയങ്ങൾ, അതും ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള അയാളുടെ വിലപ്പെട്ട സമയങ്ങൾ എന്തിനു വേണ്ടി അയാൾക്ക് നഷ്ടപ്പെടുത്തി? ആരൊക്കെ ചേർന്ന് അയാളെ വേട്ടയാടി? ഇതിനൊക്കെയുള്ള മറുപടി കേരളത്തിന്റെ പ്രബുദ്ധരായ ജനം കാത്തിരിക്കുന്നുണ്ട്. ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലെ, നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോളൂ, കേരളത്തിന്റെ എവിടെ നിന്ന് മത്സരിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തില് അതിന് സ്വതന്ത്രനായിട്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിച്ച് കയറാൻ കഴിയും. കാരണം കേരളത്തിന്റെ പൊതുസമൂഹം ഇന്നത് തിരിച്ചറിയുന്നു, കോടതി കൂടി അത് പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്.